ദുരന്തർ അടിപൊളി പടമാണ്. എന്തായാലും നഷ്ടം വരില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് കാണാം. ദുരന്തർ ഒരു നഷ്ടവും വരില്ല. അടിപൊളി പടമാണ്. മാസ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഇത് 140 കോടി ജനങ്ങളും കാണേണ്ട സിനിമ തന്നെയാണ്. എങ്ങനെയാണ് നമ്മളെ ടെററിസത്തിലേക്ക് കൊണ്ടുവരുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്, ഇത് കാണേണ്ട സിനിമ തന്നെയാണ്. ഈ അജിത് ഡോവൽ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ഇന്ത്യയിലുള്ള ആളാണ്. അത് എന്താണെന്ന് നമ്മൾ പഠിക്കുക. ഈ സിനിമ ഒന്ന് കാണുക. ടെററിസം ആണ് മെയിൻ ഈ സിനിമ. ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒന്നുമല്ല. ഇങ്ങനെയാണ് ടെററിസം ഉണ്ടാക്കുന്നതും ഇങ്ങനെയാണ് രാജ്യത്തെ നശിപ്പിക്കുന്നതും. അപ്പോൾ ടെററിസം ഉണ്ടാക്കി അതിലേക്ക് പോകുന്നവരൊക്കെ ആലോചിക്കുക, കോപത്തിലേക്ക് തുറന്നു വീഴുമെന്നുള്ള ഇന്ത്യൻ മിലിറ്ററിയുടെ ഉണ്ട കയറും എന്നുള്ള വിചാരിച്ചുകൊണ്ട് തന്നെ വയ്ക്കോ, ഒരു കുഴപ്പമില്ല, ഉണ്ട കയറും. അടിപൊളി പടം, ഒരു നഷ്ടമില്ല. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് നിങ്ങൾ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉറപ്പായിട്ട് നിങ്ങൾ സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാം മിക്സിംഗ് ആണ്. നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയറക്ഷൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പൊളി സാധനം, അടിപൊളി. നമ്മളൊരു സ്ഫോടനം തിയേറ്ററിൽ ഇരുന്ന് എങ്ങനെയാണ് കാണുന്നത് അതുപോലെ തിയേറ്റർ കുലുങ്ങി എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഈ സിനിമ. നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. ഗ്യാരണ്ടി പടം. ദുരന്തര ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം 3 മണിക്കൂർ 3.25 മണിക്കൂർ 3:50 മിനിറ്റിനടുത്തുള്ള പിന്നെ ആക്ഷൻ പടമാണ്. അപ്പോൾ അതിലൊരു സെക്കൻഡ് പോലും നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. പിന്നെ ചില രാഷ്ട്രീയ വിഷയങ്ങൾ നമ്മൾ എതിരഭിപ്രായമുണ്ട്. ഇപ്പോൾ അതിനകത്ത് നോട്ട് നിരോധനം അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിന് ഒരു മിക്സഡ് അഭിപ്രായമാണ്. അത് ഒരു ഗുണം ചെയ്ത പോലെ തന്നെ നമുക്ക് ദോഷവും ചെയ്ത ഒരു ഇൻസിഡൻ്റാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെയും ഗംഭീരമായ മേക്കിംഗ് ആണ് സിനിമയ്ക്കകത്ത്. അതായത് 3.25 മണിക്കൂർ ഇത്രയും 2 മണിക്കൂർ പോലും ഇരിക്കാൻ പറ്റാത്ത നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തുക എന്നുള്ള വലിയൊരു കഴിവാണ്. അത്രയും ആ ജിയോ സ്റ്റുഡിയോസ് ഇറക്കിയ ബഡ്ജറ്റ്, അതുപോലെ തന്നെ ക്യാമറ വർക്ക് എല്ലാം ഗംഭീരമായിട്ട് സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആടിന് ഒരു ഭീഷണി ആകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒരു വയലൻസ് സീനൊക്കെ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഒരിക്കലും മിസ് ചെയ്യരുത്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് വേറെ ലെവലാണ് പടം. അടിപൊളിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അവരുടെ സീനുകളൊന്നും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എച്ച് ലാഗ് തോന്നിയാലും അടുത്ത സീനിൽ ഭയങ്കരമായിട്ട് കൊണ്ടിരുന്നുണ്ട്. ഭയങ്കര എക്സ്പെൻസ് സീനുകളും കൊണ്ടിരുന്നുണ്ട്. രൺബീർ സിംഗിൻ്റെ വേറെ പടത്തിൻ്റെ മേക്കിങ്ങിൽ വേറെ ഒന്നും പറയാനില്ല. അടിപൊളി മേക്കിങ് ഡുക്കറിനായിട്ട് പടം മേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു വെളുപ്പിൽ ഒരു പാർട്ടിയെ വെളുപ്പിക്കാൻ ഇത്തിരി നോക്കിയിട്ടുണ്ട്. അത് നമുക്ക് ശരിക്കും അറിയുകയും ചെയ്യാം. ജനനായകന് കിട്ടാത്തത് ഇതിന് കിട്ടി. അതുകൊണ്ട് പറയാനുള്ളൂ കേട്ടോ. പടത്തിന് മേക്കിങ് കുഴപ്പമൊന്നുമില്ല. പടം വേറെ ലെവലാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ വെളുപ്പിൽ നടന്നിട്ടുണ്ട്. ടെററിസമാണ് മെയിൻ ഇതാണ് കാണിക്കുന്നത്. പിന്നെ പാകിസ്ഥാനൊക്കെ നല്ലപോലെയായിട്ട് ചെയ്തിട്ട് കാണിച്ചിട്ടുമുണ്ട്. വേറെ 4 മണിക്കൂർ നമുക്ക് മടുപ്പൊന്നും തോന്നുന്നില്ല കേട്ടോ. എല്ലാവരും പറയാം 4 മണിക്കൂർ ഇടയ്ക്ക് ഇച്ചിരി ലാഗ് തോന്നിയാലും അടുത്ത സീനിലൊക്കെ ഇവർ തകർത്ത് ചെയ്തിട്ടുണ്ട്. നല്ല പടം, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് മാത്രം ഒരിച്ചിരി ആഗ്രഹം. പക്ഷേ സെക്കൻഡ് ഹാഫ് പൂത്തടിക്കും. ആക്ഷൻ രംഗങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷന് സെക്കൻഡ് ഹാഫൊക്കെ സൂപ്പർ ഒന്നും പറയില്ല. അഞ്ച് മാച്ചാണ്. ഞാൻ രണ്ടാമതൊന്നും കൂടെ വന്ന് കാണാം. അതൊക്കെ നല്ല ഇതാണ്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് വയലൻസ് ഒക്കെ? വയലൻസ് അടിപൊളിയാണ്. സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളി. സെക്കൻഡ് കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റും സെക്കൻഡ് ഏകദേശം ഒരേപോലെ തന്നെയാണ്.